ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഈ പോൾട്രി ഫാമിംഗ് ചെയ്തിട്ട് മാസം ഒരു 50,000 റുപ്യ മുതൽ 1,00,000 റുപ്യ വരെ ഉണ്ടാക്കാമെന്ന് പലരും പറയുന്നത് കേട്ടിട്ട് എടുത്ത് ആടിയിട്ട് നമ്മൾ പോൾട്രി ഫാമിംഗ് തുടങ്ങും. ഈ പോൾട്രി ഫാമിംഗ് കോഴി വളർത്തൽ അത്രയും ലാഭമാണെങ്കിൽ എന്തുകൊണ്ടാണ് പല ഫാമുകളും അടച്ചുപൂട്ടുന്നത്? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മളിവിടെ ചെറിയ അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളും അതൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഓക്കെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രവി എന്ന് പറഞ്ഞൊരു യുവാവ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ട് ഫുള്ള് എന്താ പറയണ്ടേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ 100 കോയിനെ വാങ്ങി. ആ ഒരു മാസം നല്ലൊരു വരുമാനം ഉണ്ടാക്കാന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് പോയി വാങ്ങിയത്. ആദ്യമായിട്ട് കോഴി ഫാം തുടങ്ങുകയും ചെയ്യുന്നത്. ആദ്യ മാസങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. കോഴിയൊക്കെ വളർന്ന് മുട്ട ഉൽപ്പാദനം തുടങ്ങി. പക്ഷേ ഇടുത്തി വീണ പോലെയാണ് നമ്മളെ തീറ്റേൻ്റെ വില മേലോട്ടേക്ക് അങ്ങ് കുത്തനെ പോയത്. മുട്ടേൻ്റെ വിലയോ താഴോട്ടേക്കോ. അതായത് അവരൊരു 8 റുപ്യ 9 റുപ്യക്കെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ മുട്ട 7,50 7 റുപ്യ ഇതെല്ലാം കൊടുക്കുന്നു. അതായത് വാങ്ങാൻ ആളില്ല. നമ്മൾ അത്രയും പ്രതീക്ഷയിൽ കോഴി വളർത്തൽ തുടങ്ങി, എന്തെങ്കിലും മാസം എന്തെങ്കിലും ഒരു വരുമാനം കിട്ടട്ടെ എന്നുള്ള ഇതിൽ തുടങ്ങിയിട്ട് അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, അതായത് ഒന്നും അതിൻ്റെ അത് ലാഭം എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ? നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സത്യം പറഞ്ഞാൽ ആകെ ഇതായിപ്പോവും, എന്താ പറയണ്ടേ, ഒരു മടുത്തു പോവും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യം മനസ്സിലായത്, ഈ പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത് ഈ ലാഭം ഉണ്ടാക്കൽ മാത്രമല്ല, അത് കൃത്യമായിട്ട് രീതിയിൽ മാനേജ് ചെയ്ത് വൃത്തിക്ക് പോയാൽ മാത്രമേ നമുക്ക് ഈ ലാഭം ഉണ്ടാവും. കാരണം ഈ പോൾട്രി ഫാമിൽ നമുക്ക് ലാഭം ഉണ്ടാവും, നഷ്ടവും ഉണ്ടാവും. ഏത് ബിസിനസ് ആയി കഴിഞ്ഞാലും നമുക്ക് ലാഭം ഉണ്ടാവും, നഷ്ടവും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് എല്ലാം മാനേജ് ചെയ്ത് വൃത്തിക്ക് പോകണം. ഈ പോൾട്രി ഫാമിംഗ് ലാഭകരമാക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിന് വിശദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. ഒരു 2-3 കാര്യങ്ങളുണ്ട്. അത് വൃത്തിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പോൾട്രി ഫാമിങ് നല്ല രീതിയിൽ തന്നെ ലാഭമായിട്ട് പോകാം. അതിലെന്തെങ്കിലും ഞാൻ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇവിടെ പറയാം കേട്ടോ. അതുപോലെ തന്നെ നല്ല ഇനം മുട്ടക്കോഴികൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അത് ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല കോഴിക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പോൾട്രി ഫാമിംഗ് ലാഭകരമാക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം നല്ല ഇനം കോഴിയെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളധികം കേരളത്തിൽ അധികം ആൾക്കാർ ചെയ്യുന്നത് BV380, ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, സൊണാലി, കൈരളി ഈ പറഞ്ഞ കോഴികളൊക്കെയാണ് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് അധികം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ BV380 ഈ ആ കാറ്റഗറിപ്പെടുന്ന കോഴികളൊക്കെ ഹൈബ്രിഡ് കോഴികളാണ്. നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം ഉണ്ടാവും. വർഷത്തിലൊരു 300-320 മുട്ട ഉൽപ്പാദനം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കോഴികൾക്ക് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മുട്ടത്തീറ്റ കൊടുത്ത് നല്ലൊരു അളവിൽ കൊടുത്തിട്ട് വേണം വളർത്താൻ വേണ്ടിയിട്ട്. അതിന് ഓരോ ഡയറ്റ് എന്ന് നമുക്ക് പറയാം. ആ കോഴിക്കുള്ള കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഒരു ദിവസം 110 ഗ്രാം എന്നുള്ള ഒരളവിൽ കറക്റ്റ് കൊടുത്തിട്ട് ആ ഒരളവിൽ മുമ്പോട്ടേക്ക് പോവാം. എനിക്ക് തോന്നുന്നൊരു 100 കോഴിയൊക്കെ ആണെങ്കിൽ ഡെയിലി ഒരു 11 കിലോ തീറ്റ വേണ്ടി വരും. അത് അളന്നിട്ട് കൊടുക്കണം. നിങ്ങളൊരു സുമാറ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ആ ഒരു അളന്ന് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് ആ ഒരു ലാഭത്തിൽ എത്തിക്കാൻ പറ്റും. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, അത് പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. പിന്നെ ഈ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ പോലത്തെ കോഴികൾക്കാണ് നമുക്ക് എന്ത് തീറ്റയും കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ കോഴിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അതിന് കണക്കായിട്ടുള്ള പുറത്തുനിന്ന് ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഉണ്ടോ. ഇപ്പോൾ 100 കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ ഫുഡ് മാത്രം മതിയാവില്ല, കാരണം അവർക്ക് പുറത്തുനിന്നുള്ള ഫുഡും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ 100 കോഴികൾക്ക് ഒരു 5 കിലോ ഫുഡിൻ്റെ വേസ്റ്റും ബാക്കിയുള്ള ഒരു 5-6 കിലോ മുട്ടത്തീറ്റയും മിക്സായി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീറ്റ ചിലവും കുറവായിരിക്കും. അതുപോലെ ഈ വരുന്ന ഫുഡ് വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BV380 അത്ര മുട്ട നമുക്ക് ഈ ഗ്രാമപ്രിയ, ഗ്രാമശ്രീനൊക്കെ ഉണ്ടാവില്ല. BV380 100 കോഴിയിൽ നിന്ന് ഒരു ഡെയിലി നമുക്കൊരു 75 മുട്ടയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മിനിമം പറഞ്ഞത് അത് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ BV380 ലാഭത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. ഈ BV380 ഒരു 75 മുട്ട കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ ആ റേഞ്ച് കോഴിയൊക്കെ ആണെങ്കിൽ, കൈരളൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു കൂട്ടുന്ന ഒരു 50 മുട്ടയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് എത്ര കോഴിയുള്ളത് അതിൻ്റെ നേരെ പകുതി മുട്ടയെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവർ ഡെയിലി മുട്ടയിടില്ല. ആവറേജ് ഒരു വർഷം ഇവർ 200 മുട്ടയൊക്കെ ഇടുള്ളൂ. ഇപ്പം കൈരളൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 230 ഉണ്ടാവും. ഓക്കെ, പക്ഷേ BV380 അവർ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കോഴികളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരും ചെയ്യുന്ന കുറച്ച് പ്രധാന തെറ്റുകളുണ്ട് ഈ കോഴി വളർത്തുമ്പോൾ. ഓക്കെ, അത് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ തീറ്റ ചിലവ് നിയന്ത്രിക്കലാണ്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ കോഴി സെലക്ട് ചെയ്യുന്നതിൽ തന്നെ അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് തീറ്റ ചിലവ് കൃത്യമായിട്ട് നമ്മൾ നിയന്ത്രിക്കാൻ പറ്റണം. അതാണ് ഈ കോഴി വളർത്തലിൻ്റെ സക്സസ് ആയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ സഹായിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് കോഴികൾക്ക് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കോഴി ഫാം കൃത്യമായിട്ട് ഞാൻ ഒപ്പിട്ട് പറഞ്ഞുതരാം,
എഴുതി വെച്ച് നിങ്ങൾ നഷ്ടത്തിലേക്ക് പോകും. അതായത് നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, BV380 ഒരു ദിവസം മുട്ടത്തീറ്റ ഇത്ര ഗ്രാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം അതിൽ കൂടുതൽ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു എഗ് പ്രൊഡക്ഷന് വേണ്ട വെച്ചാൽ ഒരു ദിവസം 110 ഗ്രാമേ വേണ്ടൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയേണ്ട കാര്യം ഒന്നാമത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് കറക്റ്റ് ഇനം ബ്രീഡിനെ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ വെച്ചാൽ തീറ്റ ചെലവ് കൃത്യമായിട്ട് നിയന്ത്രിക്കുക. കാരണം തീറ്റ ചെലവ് വെച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ പറയണ്ടേ, എങ്ങനെയായാലും നഷ്ടത്തിലേക്ക് പോകും. നോക്കണ്ട, എങ്ങനെയായാലും നഷ്ടത്തിലേക്ക് പോകും. കാരണം ഈ കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു മറ്റേ ഇതുപോലത്തെ ഇതുണ്ടാവുമല്ലോ, എന്താ പറയുക, ഈ വെയിറ്റ് നോക്കുന്നത്, അതൊന്ന് വാങ്ങി വെക്കണം. ഈ 100 കോഴിയൊക്കെ നമ്മൾ ഇത്രയും പൈസ ചിലവിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിനൊരു 300-400 ഉറുപ്പ്യൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പറ്റുവാണെങ്കിൽ ഞാൻ പ്രൊഡക്റ്റിന് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും, ഞാൻ കാണുവാണെങ്കിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ അളന്ന് കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മൾ ഡെയിലി എത്രയാണ് കൊടുക്കുന്നതെന്ന്. ചില ആൾക്കാർ ഒരു പാട്ടിയോ മഗ്ഗോ അതിൻ്റെയൊക്കെ ഒരു അളവിലാണ് കൊടുക്കുക. കാരണം ചിലപ്പോൾ അതിൽ നമുക്ക് അളവ് കറക്റ്റ് ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു ഈ ഡെയിലി ഒരു 15 കിലോ ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് 1 കിലോ കൂടാൻ, ചിലപ്പോൾ 1 കിലോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അളന്നിട്ട് കൊടുക്കാൻ നോക്കുക. എന്നാലും മാത്രം നമുക്ക് തീറ്റ ചിലവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ വരുത്താൻ. ഈ കോഴികൾക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അതാണ് ഈ നഷ്ടത്തിലേക്ക് പോകാനുള്ള വേറെ മെയിനായിട്ടുള്ളൊരു കാരണം. ഒരു കോഴിക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാത്തിലും സ്പ്രെഡാവും. അത് സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, മിക്കവാറും ആ കൂട് കാലിയാണ്. 100 കോഴിൻ്റെ അത് മുട്ട കിട്ടുന്ന ഡെയിലി നമുക്കൊരു 75 മുട്ട കിട്ടുന്ന കൂടാണെങ്കിൽ ഒരു കോഴിക്ക് രോഗം വന്ന് പിന്നെ അടുത്തതിൽ സ്പ്രെഡായിട്ട് ചിലപ്പോൾ ഒരു 3, 4, 5 ദിവസം കൊണ്ട് ചിലപ്പോൾ കൂട് കാലിയായി പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ നഷ്ടത്തിലേക്ക് അങ്ങ് പോകും. കാരണം നമ്മൾ തീറ്റ ചിലവ് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വെച്ചാൽ എന്താ പറയുക, ലാഭം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് നമ്മളെ കൂട് കാലിയായിട്ട് ഇത് ഫുള്ള് നഷ്ടത്തിലേക്ക് പോകും. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ കോഴികളെ വാങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നല്ല വാക്സിനേഷൻ ചെയ്തതാണോ, പിന്നെ നല്ല അവൾ വളർത്തുന്ന കൂട് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നോക്കുക. പിന്നെ നമ്മൾ BV380 പോലത്തെ കോഴികൾക്കാണെങ്കിൽ നല്ല രീതിയിൽ വിറ്റാമിൻ, കാൽസ്യം സപ്ലിമെൻ്റൊക്കെ കൊടുക്കുക. പിന്നെ ഈ നമ്മളെ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, കൈരളി, സൊണാലി പോലത്തെ കോഴിയൊക്കെ ആണെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ നാടൻ മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ പേരക്കയില, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾ, നമ്മുടെ പനിക്കൂർക്കയില, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കഷായം പോലെയൊക്കെ വല്ലപ്പോഴും വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ രോഗങ്ങൾ വരാതെ നമുക്ക് പരമാവധി കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആളുകൾ ചെയ്യുന്ന പ്രധാന തെറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ മാർക്കറ്റ് പഠിക്കാതെ ഇതിലേക്ക് ഇറങ്ങും. കാരണം നമ്മളവിടെ മുട്ടയ്ക്ക് ഡിമാൻഡ് ഉണ്ടോ, ഈ 100 കോഴീൻ്റെ അകത്ത് നമുക്ക് ഡെയിലി ഒരു 75 മുട്ട കിട്ടും. ആ 75 മുട്ട നമുക്ക് ഡെയിലി അവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചിലപ്പോൾ നമ്മൾ നോക്കൂല. ഡെയിലി ഇന്ന് ഒരു 75 മുട്ട കിട്ടും. ഓക്കെ, ഇന്ന് നമുക്ക് 50 മുട്ടയെ വിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ആ 25 മുട്ടയുടെ ബാക്കിയുണ്ടാവും. നാളെ വീണ്ടും അത് 75 മുട്ട, അങ്ങനെ 100ആയി. അങ്ങനെ കയറി നമുക്ക് മേലോട്ടേക്ക് പോവുകയോ വിൽക്കാൻ പറ്റിയില്ല. കാരണം നമുക്കൊരു അത്രയും ദിവസം നമുക്ക് ഇത് എന്താ പറയണ്ടേ, ദിവസം കഴിയുന്നതിന് മുട്ടേൻ്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോൾ കേടാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മാർക്കറ്റ് നമ്മൾ ആദ്യം പഠിക്കണം. അത് പഠിച്ചിട്ട് മാത്രമേ നമ്മൾ ഇത്രയും കോഴികളൊക്കെ ഇറക്കാൻ പാടുള്ളൂ. പിന്നെ കോഴി വാങ്ങുമ്പം ബ്രീഡ് സെലക്ഷൻ കൃത്യമായിട്ട് നോക്കാണ്ടിരിക്കുക. അത് മെയിനായിട്ടുള്ളൊരിതാണ്. പിന്നെ കൂടുതൽ വാങ്ങിയിട്ട് കൊണ്ടുപോയിടുക, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ് അത്. പിന്നെ നമ്മൾ ഈ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കെയർ ചെയ്യില്ല. ഓക്കെ, അത് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഓക്കെ കുഴപ്പമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിക്കോളൂ, അങ്ങനെ പോട്ടെ എന്നുള്ളതിൽ ഒരു സാന്നുള്ള മട്ടിലങ്ങ് വിടും. അവസാനം എന്താവും, ആ കൂട് ഒറ്റയടിക്കാൻ കാലിയാവും. പിന്നെ നമ്മളെ ഇത് തീറ്റ ചിലപ്പോൾ പാഴാക്കൽ എന്താ പറയണ്ടേ, ഒന്നും അളവൊന്നുണ്ടല്ലോ, കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും തീറ്റ കൊണ്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് നമ്മൾ ചെയ്യുന്ന പ്രധാന തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ഈ പറഞ്ഞ തെറ്റുകളുണ്ടല്ലോ, ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ കോഴി വളർത്തൽ നല്ല രീതിയിൽ നമുക്ക് ലാഭത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ പോൾട്രി ഫാമിംഗ് ലാഭകരമാണോ? ഞാൻ അതേ തന്നെ പറയും. കാരണം നമ്മൾ നല്ല ബ്രീഡിനെ സെലക്ട് ചെയ്ത് നല്ല തീറ്റക്രമം നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കോഴി വളർത്തൽ ലാഭം തന്നെയാണ്. പിന്നെ നഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നല്ലതിനെ കോഴികളെ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ കോഴികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ നല്ലതിനം മുട്ടക്കോഴികൾ നമ്മൾ ഓൾ കേരള NH ഹൈവേ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ BV380 ഉണ്ടാവാറുണ്ട്, ഗ്രാമശ്രീ, പിന്നെ നമ്മുടെ കൈരളി, സൊണാലി, ഈ പറഞ്ഞ ബ്രീഡൊക്കെയാണ് നമ്മൾക്ക് അധികം ഉണ്ടാവാറ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലൈഫ് ടൈം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കോഴിക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഏത് സമയം കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ രോഗങ്ങളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കോഴികൾക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളങ്ങ് പറഞ്ഞുതരും. അതല്ലെങ്കിൽ
നമ്മൾ ഡോക്ടേഴ്സിനോടോ അവരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ സഹകരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.